രാമന്തളിയിൽ കൊച്ചുമക്കൾക്ക് വിഷം നൽകിയ ശേഷം അമ്മയും മകനും ജീവനൊടുക്കിയ സംഭവത്തിലേക്ക് നയിച്ചത് കുടുംബ പ്രശ്നങ്ങളാണ്. കുട്ടികളെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാൻ കോടതി വിധി വന്നതോടെ അതീവ സമ്മർദ്ദത്തിലായിരുന്നു KT കലാധരൻ. കലാധരന്റെ അമ്മ ഉഷ 60 വയസ്സ്, കലാധരന്റെ മക്കളായ ഹിമ 5 വയസ്സ്, കണ്ണൻ 2 വയസ്സ് എന്നിവരാണ് മരിച്ചത്. മുതിർന്നവർ 2 പേരും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ തറയിൽ കിടക്കുന്ന നിലയിലുമായിരുന്നു. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം പുറംലോകം അറിയുന്നത്. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് കലാധരനും ഭാര്യയും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു. കേസും കൂട്ടവുമായതോടെ കലാധരൻ ആകെ വിഷമത്തിലായിരുന്നു. അതിനു പുറമെ കുട്ടികളെ ഭാര്യയ്ക്കൊപ്പം വിട്ടയക്കാൻ കോടതി വിധിച്ചതോടെ ആകെ പ്രതിസന്ധിയായി. കുട്ടികൾക്ക് അമ്മയുടെ വീട്ടിൽ പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്ന് കലാധരന്റെ ബന്ധുവായ ബാലു മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മയുടെ വീട്ടിൽ പോയാൽ അവർ കൊല്ലും, അച്ഛാ എനിക്കങ്ങോട്ട് പോകണ്ട എന്ന് മകൾ ഹിമ പറഞ്ഞിരുന്നതായി ബന്ധു വെളിപ്പെടുത്തി. അമ്മയുടെ വീട്ടിൽ കുട്ടികൾക്ക് കൃത്യമായി ഭക്ഷണവും വസ്ത്രവും ലഭിച്ചിരുന്നില്ലെന്നും അച്ഛനൊപ്പം നിൽക്കാനായിരുന്നു അവർക്ക് താല്പര്യമെന്നും ബന്ധുക്കൾ പറയുന്നു. കലാധരനെയും മക്കളെയും ഭാര്യ നിരന്തരം ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. മക്കളെ അമ്മയ്ക്കൊപ്പം വിട്ടു നൽകണമെന്ന കോടതി ഉത്തരവ് കലാധരനെ മാനസികമായി തകർത്തിരുന്നതായി സംശയിക്കുന്നുണ്ട്. മരണം പുറത്തറിഞ്ഞത് ഇങ്ങനെ. ഓട്ടോറിക്ഷ ഡ്രൈവറായ ഉഷയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ജോലി കഴിഞ്ഞ് 9 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടത്. സിറ്റൗട്ടിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതോടെ അദ്ദേഹം ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി വീടിന്റെ വാതിൽ തകർത്ത് ഉള്ളിൽ കടന്നപ്പോഴാണ് 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കലാധരനും ഉഷയും കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ഹിമയും കണ്ണനും മുറിയിലെ തറയിൽ മരിച്ച നിലയിലും. കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം മുതിർന്നവർ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. മുറിയിലെ മേശയിൽ മദ്യക്കുപ്പിയും കീടനാശിനിയുടെ കുപ്പിയിൽ പാലും പോലീസ് കണ്ടെത്തിയിരുന്നു. പാലിൽ കീടനാശിനി കലർത്തി കുട്ടികൾക്ക് നൽകിയെന്നാണ് പോലീസിന്റെ സംശയം. കൂട്ട ആത്മഹത്യയുടെ നടുക്കത്തിലാണ് രാമന്തളി ഗ്രാമം. സ്വന്തം നാടായ രാമന്തളിയിൽ ഉൾപ്പെടെ പയ്യന്നൂരിലെമ്പാടും വലിയ സൗഹൃദ ബന്ധങ്ങൾ ഉള്ളയാളാണ് കലാധരൻ. വളരെ സൗമ്യനും ശാന്ത സ്വഭാവക്കാരനുമായിരുന്നു. നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു. ഇദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസങ്ങളൊന്നും അലട്ടിയിരുന്നില്ല. എന്നാൽ സ്വന്തം ദാമ്പത്യത്തിലെ പൊരുത്തക്കേടും കുടുംബകലഹവും സമാധാനം തകർത്തിരുന്നു. വിവാഹമോചന കേസ് കുടുംബ കോടതിയിൽ നടന്നു വരികയാണ്. 2 കുട്ടികൾ അവധി ദിനങ്ങളിൽ പിതാവിന്റെ കൂടെയായിരുന്നു. ഭാര്യ നിരന്തരം മക്കളെ വിട്ടുകിട്ടുന്നതിനായി കലാധരനെ വിളിച്ചിരുന്നതായി ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രാമന്തളി സെൻട്രൽ വടക്കുംപാട് റോഡിന് സമീപത്തെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി 9:30 മണിയോടെ കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. കലാധരന്റെയും കുടുംബത്തിന്റെയും മരണവിവരമറിഞ്ഞ് രാമന്തളി സെൻട്രൽ വടക്കുംപാട് റോഡിന് സമീപമുള്ള വീട്ടിൽ 100 കണക്കിന് ആളുകളാണ് ഇന്നലെ രാത്രിയിലെത്തിയത്. തൊട്ടടുത്ത വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് കൂട്ടമരണം നടന്നത്. പാചകത്തൊഴിലാളിയായ കലാധരന് കുട്ടികളെ വിട്ടു നൽകാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഭാര്യ വീട്ടുകാർ പോലീസിന്റെ സഹായം തേടിയിരുന്നു. കുട്ടികളെ ഇന്ന് ഹാജരാക്കണമെന്ന് പോലീസ് ഉണ്ണികൃഷ്ണനെ ഫോണിലൂടെ നിർദ്ദേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇതെല്ലാം സംഭവിച്ചത്.